സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു കൗൺസിലർ എടുത്തുന്ന ഒപ്പീനിയൻ ചോദിക്കാന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം അവർക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ്. പക്ഷെ മനസ്സിലാക്കുക, നമുക്ക് എല്ലാവർക്കും മാനസിക രോഗമുണ്ട്. നമ്മളുടെ ആരുടെയും മാനസിക ആരോഗ്യം ഭയങ്കര ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പല സിറ്റുവേഷൻസിൽ നമ്മൾ ഭയങ്കര വെറുതെ ടാൻഡ്രംസ് ഉണ്ടാവും, വെറുതെ കരയുന്നുണ്ടാവും, വെറുതെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ അടുത്തുള്ള ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കുറിച്ചിട്ട് എന്താണോ അവർക്ക് നമ്മളെ കുറിച്ച് അറിയുന്നത് അത് വെച്ചിട്ടുള്ള ഒരു ഒപ്പീനിയനും കൂടിയായിരിക്കും അവർ തരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു മുൻവിധി അവരിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ആൻസർ ആവണമെന്നുണ്ടാവില്ല. മറിച്ച് നമ്മൾ ഒട്ടും അറിയാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവരെടുത്ത് പോയിട്ട് നമ്മൾ ഒന്ന് കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ അവർ ഒരു കുറച്ചും കൂടി ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ തരുന്ന അഡ്വൈസ് അത് ശരിക്കും നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒപ്പീനിയൻ സീക്ക് ചെയ്യുന്നത് അതൊരു തരം താഴ്ന്ന പരിപാടിയോ അല്ലെങ്കിൽ മാനസിക രോഗമുള്ളവർക്ക് മാത്രം ഉള്ളതല്ല ഈ സൈക്കോളജിസ്റ്റും കൗൺസിലിങ്ങും കാര്യങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.